സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജി. സ്ട്രാറ്റജിയുടെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഫോർമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ്. അത് സക്സസ്ഫുൾ സ്ട്രാറ്റജി ഫോർമുലേഷൻ ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്ഫുൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ത് ചെയ്തു, ഫോർമുലേറ്റ് ചെയ്തെങ്കിൽ പോലും നമ്മളത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇംപ്ലിമെൻറ്റേഷൻ കൂടി സക്സസ് ആവുള്ളൂ. ഒരിക്കൽ തന്നെ ഫോർമുലേഷൻ സക്സസ്ഫുൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സക്സസ്ഫുൾ ആകാനുള്ളൊരു കാരണമായി തീരുന്നില്ല. സ്ട്രാറ്റജീസ് മോസ്റ്റ് ഓഫൺ ഫെയിൽ. സ്ട്രാറ്റജി മിക്കവാറും പരാജയപ്പെടുന്നത് ബിക്കോസ് ദേ ആർ നോട്ട് എക്സിക്യൂട്ടഡ് വെൽ. നല്ല സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി തന്നെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിക്കണം. എങ്കിൽ മാത്രമേ സ്ട്രാറ്റജി ഫോർമുലേഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും സക്സസ്ഫുൾ ആകണം. സ്ട്രാറ്റജി ഫോർമുലേഷൻ സക്സസ്ഫുൾ ആയതുകൊണ്ട് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സക്സസ്ഫുൾ ആണെന്നില്ല. സ്ട്രാറ്റജിയുടെ പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ നമ്മൾ വേണ്ട വിധത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയില്ല എങ്കിലാണ് ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ സ്ട്രാറ്റജി പരാജയപ്പെടുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജി ഫെയിലാവുക എന്ന് പറയുന്നത് അതിന് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ ശരിയല്ല, അല്ലെങ്കിൽ ആ എക്സിക്യൂട്ട് ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നത് കൂടി സക്സസ് ആയാൽ മാത്രമേ നമ്മളൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് പൂർണ്ണമാവുകയുള്ളൂ. എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി? എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി ഈസ് ദി പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ദി ചൂസൺ സ്ട്രാറ്റജി. നമ്മൾ നേരത്തെ പറഞ്ഞ ആൾട്ടർനേറ്റീവിൽ നിന്ന് ചൂസ് ചെയ്യുക. ആ ആൾട്ടർനേറ്റീവിൽ നിന്ന് ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. പുട്ട് ഇൻ ടു ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ആക്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. പുട്ട് ഇൻ ടു ആക്ഷൻ. നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അതിൻ്റെ നല്ല ഭംഗിയിൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല. അതെന്ത് ചെയ്യണം? അത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജിയാണ് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയുടെ സക്സസിൻ്റെ കാരണമായി മാറുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജി സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനും കൂടി സക്സസ് ആയിരിക്കണം. ആ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പുട്ട് ഇൻ ടു ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ദി ചൂസൺ സ്ട്രാറ്റജിയെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഡെഫിനിഷൻ നോക്കാം. ദ വേ ഇൻ വിച്ച് എ കമ്പനി ക്രിയേറ്റ്സ് ദ ഓർഗനൈസേഷണൽ അറേഞ്ച്മെൻറ്റ്സ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ അറേഞ്ച്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ദാറ്റ് അലോ ടു പുട്ട് ഇറ്റ് സ്ട്രാറ്റജിക് പ്ലാൻ ഇൻ ടു ഓപ്പറേഷൻ. അത് എങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനായിട്ട് ഇത് പുട്ട് ഇൻ ടു ഓപ്പറേഷനിലേക്ക് കൊണ്ടുവരുന്നു? അങ്ങനെ മോസ്റ്റ് എഫിഷ്യൻ്റ്ലി, എങ്ങനെ എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് അത് ടു അച്ചീവ് ഇറ്റ്സ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാവുന്ന വിധത്തിൽ നമ്മൾ പുട്ട് ഇൻ ടു ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് വിളിക്കുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ is actually putting strategies into action. സ്ട്രാറ്റജീസ് അതിൻ്റെ ആക്ഷനിലേക്ക് പുട്ട് ചെയ്യുന്ന, ആക്ഷനിലേക്ക് നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് ശരിയായ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്ന, പുട്ട് ഇൻ ടു ആക്ഷൻ നടത്തുന്ന പ്രവർത്തനമാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജീസ് ആക്ഷൻ ചെയ്യുക, പുട്ട് ഇൻ ടു ആക്ഷൻ, അത് നടപ്പിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനാണ് വിളിക്കുന്നത് പുട്ട് ഇൻ ടു ആക്ഷൻ എന്നെയാണ് വിളിക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്.
The strategies formulated at various levels of the organizations are implemented so as to achieve the objectives taken up at the corporate level. Strategies formulate ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെവലിലാണ്, അല്ലെങ്കിൽ ബിസിനസ് ലെവലിലാണെന്ന് പറയുന്നത്. ആ ബിസിനസ് ലെവലിൽ, കോർപ്പറേറ്റ് ലെവലിൽ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത ആ ലക്ഷ്യങ്ങൾ, ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് അവർ ഫോർമുലേറ്റ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു വേരിയസ് ലെവൽസിൽ. ആ വേരിയസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ലെവൽ, കോർപ്പറേറ്റ് ലെവൽ. ആ കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവലിലൊക്കെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തത് കോർപ്പറേറ്റ് ലെവലിലാണ്. ആ കോർപ്പറേറ്റ് ലെവലിൽ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കുന്നത്, സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ. Then, poor control on strategy implementation may result in unexpected situation of malfunctioning of strategy. സ്ട്രാറ്റജി നമ്മൾ ശരിയായ വിധത്തിൽ കൺട്രോൾ ഇല്ല എങ്കിൽ, നല്ലൊരു കൺട്രോൾ ഇല്ല എങ്കിൽ, അത് ഇംപ്ലിമെൻറ്റേഷൻ, അത്തരത്തിലുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കും. അത് മാൽ ഫങ്ഷനിങ് ഓഫ് ദി സ്ട്രാറ്റജി വർക്ക് ചെയ്യാത്ത അവസ്ഥ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാത്തൊരു സ്ട്രാറ്റജിയുടെ കൊണ്ട് കാര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ നീഡ്സ് സം റീസ്ട്രക്ചർ ഇൻ ദി ഓർഗനൈസേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ ചില റീസ്ട്രക്ചറിങ് ഓഫ് ദി ഓർഗനൈസേഷൻ കൊണ്ടുവരേണ്ടി വരും. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചില ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. ആ റീസ്ട്രക്ചറിങ് ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് ശേഷമാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കേണ്ടത്. അതുപോലെ റിസോഴ്സസ് ടു മാച്ച് വിത്ത് സ്ട്രാറ്റജി. നമ്മുടെ റിസോഴ്സസ് സ്ട്രാറ്റജി ആയിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ആവശ്യമായ റിസോഴ്സസ്, സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം. റിസോഴ്സസിൻ്റെ ഒരു അപര്യാപ്തത ഒരു ചാലഞ്ചായി മാറും സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ. സ്ട്രാറ്റജി പ്രൊവൈഡ്സ് ഓവറോൾ ഡയറക്ഷൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവറോൾ ഡയറക്ഷൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ആ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ടതിൻ്റെ എല്ലാ ഡയറക്ഷൻസും നൽകുന്നത് സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി തന്നെ നമുക്ക് അത് എന്ത് വിധത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ തരത്തിലുള്ള ഡയറക്ഷൻ സ്ട്രാറ്റജി തന്നെ ഉൾച്ചേർന്നിരിക്കുന്നു. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ദി അതർ ഹാഫ് ഓഫ് ദി സ്ട്രാറ്റജി ഫോർമുലേഷൻ. സ്ട്രാറ്റജി ഫോർമുലേഷൻ്റെ മറ്റൊരു പകുതിയാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. അത് സ്ട്രാറ്റജി ഫോർമുലേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും കൂടി എന്നാണ് പറയുന്നത്. സ്ട്രാറ്റജി ഫോർമുലേഷനുള്ള അത്രയും കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടോ അതേ ശ്രദ്ധയോടുകൂടി തന്നെ വേണം സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും ചെയ്യാൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്ട്രാറ്റജി ഫോർമുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്നത് ഫോർമുലേഷൻ എന്നത്, സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. പക്ഷെ സ്കിൽസ് ആൻഡ് ലെവൽസ് ഓഫ് സ്കിൽസ് ആർ ഡിഫറെൻറ്റ്. ഇതിൻ്റെ സ്കിൽസും ലെവൽസ് ഓഫ് സ്കിൽസും ഒക്കെ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ അത് കോർപ്പറേറ്റ് ലെവലിൽ, ബിസിനസ് ലെവലിൽ മാത്രം വരുന്നു. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ലെവലിൽ വരുന്നതാണ്. അപ്പോൾ ഫങ്ഷണൽ ലെവലിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലും കോർപ്പറേറ്റ് ലെവലിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്കിൽസ് ഡിഫറെൻ്റ് ആകുന്നതോടുകൂടി തന്നെ ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജി ഫോർമുലേഷനും ഇംപ്ലിമെൻറ്റേഷനും തമ്മിലുള്ള ഒരു ബന്ധം. Strategies are selected based on current structure and resources that are available for effective implementation. സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കറണ്ടിലുള്ള റിസോഴ്സസും മുന്നിൽ കണ്ടുകൊണ്ടും ആവശ്യമായ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തുകൊണ്ടും നിലവിലുള്ള സ്ട്രക്ചറിന് അനുകൂലമായിട്ടുള്ള ബേസ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്ട്രാറ്റജീസ് നമ്മൾ സെലക്ട് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ എഫക്റ്റീവായിട്ട് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഫോർമുലേഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ ആവശ്യമായ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാവുന്ന വിധത്തിലും നമ്മുടെ ഉള്ള റിസോഴ്സസിനനുസരിച്ചായിരിക്കണം നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യേണ്ടത്.
സ്ട്രാറ്റജി സ്ട്രക്ചറിനനുസരിച്ചായിരിക്കണം, നിലവിലുള്ള ഘടനക്കനുസരിച്ചായിരിക്കണം നമ്മൾ സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രക്ചറിനെയും റിസോഴ്സസും നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും സ്ട്രാറ്റജിയെ നന്നായി ബാധിക്കുന്നതാണ്. സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റേഷനെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. സ്ട്രക്ചറുകളാണ്, അതുപോലെ തന്നെ പ്രൊസീജിയർ, പ്രൊജക്റ്റ്, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത ലെവൽസ് നമ്മൾ പഠിക്കാനുണ്ട്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് നമ്മൾ പഠിക്കും. സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ, ലീഡർഷിപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി ഇങ്ങനെ നമ്മൾ ഓരോ തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. സർക്കംസ്റ്റാൻസസ് മേ അഫക്റ്റ് സെലക്ഷൻ ഓഫ് സ്ട്രാറ്റജി. നമ്മൾ ഈ പരിസ്ഥിതികൾ, എൻവയോൺമെൻ്റലായിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രാറ്റജി ഫോർമുലേഷനെ മാത്രമല്ല സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനെ സ്വാധീനിക്കും. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷനും ഫോർമുലേഷനും സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയോൺമെൻ്റൽ അനാലിസിസ്, സ്ട്രാറ്റജിക്ക് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രാറ്റജിക്ക് അനാലിസിസ് നമ്മൾ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ആ റിസൾട്ട് വെച്ചിട്ട് വേണം ഒരു സ്ട്രാറ്റജീസ് നമ്മൾ സെലക്ട് ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനും എന്നാണ് പറയുന്നത്. ദെൻ മോഡൽ ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ സ്ട്രാറ്റജീനെ എന്ത് ചെയ്യണം, ആക്ടിവേറ്റിംഗ് സ്റ്റെപ്പാണ്. രണ്ടാമത് മാനേജിങ് ചേഞ്ചാണ്. മൂന്ന് അച്ചീവിങ് എഫക്റ്റീവ്നെസ്. ഏറ്റവും അവസാനത്തെ ഇവാലുവേഷൻ എന്നുള്ളത് മറ്റൊരു മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് മാനേജിങ് ചേഞ്ച് എന്നുള്ളത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. ദെൻ അച്ചീവിങ് എഫക്റ്റീവ്നെസ് ആണ് മൂന്നാമത്തെ ഒരു ഘട്ടമാണ്. അതായത് ആക്ടിവേറ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ, റിസോഴ്സ് അലോക്കേഷൻ, ഇത് മൂന്നും ചേർന്നതാണ് ആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. മാനേജിങ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ റീസ്ട്രക്ചറിങ് ഒക്കെ ഉൾപ്പെടുന്ന സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ, ലീഡർഷിപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ, ഇതാണ് മാനേജിങ് ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അച്ചീവിങ് എഫക്റ്റീവ്നെസ് എന്നുള്ളത് ആക്ടിവേറ്റീവ് സ്ട്രാറ്റജീസ് വരുന്നതാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ, റിസോഴ്സ് അലോക്കേഷൻ എന്നിവ. എന്നാൽ മാനേജിങ് ചേഞ്ച് എന്നുള്ളതിൽ വരുന്നതാണ് സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ, ലീഡർഷിപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, ബിഹേവിയർ ഇംപ്ലിമെൻറ്റേഷൻ എന്നിവ. ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷൻ എന്നിവ. സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ, ലീഡർഷിപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, ബിഹേവിയർ ഇംപ്ലിമെൻറ്റേഷൻ, ഇതാണ് മാനേജിങ് ചേഞ്ച് എന്നുള്ളതിൽ വരുന്നത്. പിന്നെ അച്ചീവിങ് എഫക്റ്റീവ്നെസ്. ഇത് എഫക്റ്റീവ്നെസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷനും ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റേഷനിലാണ് നമ്മുടെ എഫക്റ്റീവ്നെസ് സാധ്യമാവുക. അപ്പോൾ ഈ രീതിയിലാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും അവസാനം ഇവാലുവേഷൻ, അതായത് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊജക്റ്റ് ആദ്യം നമ്മൾ ആക്ടിവേറ്റീവ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലൂടെ കടന്നതാണ്. അത് വിഷന്, പ്ലാന്, നമ്മളിതൊക്കെ എന്ത് ചെയ്യുന്നു, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുക എപ്പോഴാണ്? നമ്മൾ ആഫ്റ്റർ ഇവാലുവേറ്റിംഗ്, ഡിസൈഡിങ്, വിഷനിങ്, പ്ലാനിങ്, അപ്ലൈയിങ് ഫോർ ഫണ്ട്സ് ആൻഡ് ഫൈൻഡിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനെ എങ്ങനെ നമ്മൾ നടപ്പിൽ വരുത്തും എന്നുള്ളത്, ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ലോജിക്കൽ കൺക്ലൂഷൻ എത്തണം, ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് വിഷനറി ഉണ്ടായിരിക്കണം, പ്ലാനിങ് ഉണ്ടായിരിക്കണം, അപ്ലൈയിങ് ഫോർ ഫണ്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ട് ശരിയായ ആ നടപ്പിലാക്കുന്ന പ്രവർത്തന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ്. പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെ എക്സിക്യൂട്ടീവ് സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർമുലേറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു വന്നതാണ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഓരോ റിസോഴ്സസിനെ
ലേബർ, ക്യാപിറ്റൽ, മറ്റ് റിസോഴ്സസിനൊക്കെ അലോക്കേറ്റ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ബജറ്റുകൾ ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെയാണ് റിസോഴ്സ് അലോക്കേഷൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസേഷനൊരു സ്ട്രക്ചർ നമ്മൾ അതായത് ടാസ്കുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഡിവൈഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഈ ഓർഗനൈസിങ്ങിലാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് വരുന്നത്. ആ സ്ട്രക്ചർ എന്നുള്ളതിൽ ആ ടാസ്കിനെയും നമ്മൾ സബ് ടാസ്കിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്. ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. സ്ട്രക്ചർ മാത്രം പോരാ, അതിലെന്ത് വേണം? ലീഡർഷിപ്പ് വേണം. സ്ട്രക്ചർ മാത്രം പോരാ, സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓഫ് ദി മെമ്പേഴ്സ് അക്കംപ്ലിഷ് ഗോൾസ്. ഈ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലീഡേഴ്സ് എന്താണ്, അത് ഒരു ഡെഡ് ലൈൻസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ലീഡർ ആവശ്യമാണ്. ലീഡേഴ്സാണ് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, ഓർഗനൈസേഷൻ റിസോഴ്സസ് പ്രോപ്പർലി അലോട്ട് ചെയ്യണമൊക്കെ ഒരു ലീഡർ ആവശ്യമാണ്. അപ്പോഴത്തെ ലീഡർഷിപ്പിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷൻ. അത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെ വരുന്നതാണ്. ബിഹേവിയർ ഓഫ് പീപ്പിൾ ഓഫ് ദി ഓർഗനൈസേഷൻ ബിഹേവിയറിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് ഓർഗനൈസേഷൻ്റെ ആയിട്ട് ഇൻ്റഗ്രൽ പാർട്ടാണ്. ആ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതും അതിനെ അവരുടെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ബിഹേവിയറൊക്കെ കൃത്യമായ ഡയറക്ഷനിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ബിഹേവിയർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. ദെൻ ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഫങ്ഷണൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ഏറ്റവും അത്യന്തികമായിട്ട് വരുന്നത്. അതായത് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയ ഉണ്ടായിരിക്കുമല്ലോ. ആ ഏരിയയിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളും ആ പ്രവർത്തന മേഖലയിൽ ആ സ്പെസിഫിക് ഫങ്ഷൻ ഏരിയ ഉണ്ടാവുക. ആ ഫങ്ഷണൽ ഏരിയയിൽ പ്രവർത്തിക്കുന്നതിനെയാണ് വിളിക്കുന്നത് ഫങ്ഷണൽ ഇംപ്ലിമെൻറ്റേഷൻ വിളിക്കുന്നത്. ദെൻ ഓപ്പറേഷണലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നുണ്ട്. ഓപ്പറേഷണൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ വിലയിരുത്തുന്നത്. ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ, അതായത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്നുകൂടി പറയാം. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഏറ്റവും വേർ ആർ വി നാവ്, ഏറ്റവും ഫസ്റ്റ് വേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്, അതിനെന്ത് ചെയ്യണം? അസസ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ്, വേർ ഡു വി നീഡ് ടു ബി, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, അത് നമ്മൾ ഗ്യാപ്പ്, ഫ്യൂച്ചർ ആൻഡ് നമ്മുടെ ഇതിൻ്റെ നമുക്ക് ഉള്ള ലെവലിൽ നിന്നും നമ്മൾ എത്തിപ്പെടേണ്ട ലെവലും തമ്മിലുള്ള ആ ഗ്യാപ്പ് കണ്ടെത്തുക. ദെൻ ഹൗ വിൽ വി ക്ലോസ് ദ ഗ്യാപ്പ്, എങ്ങനെ നമ്മൾ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക, അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹൗ വിൽ വി മോണിറ്റർ അവർ പ്രോഗ്രസ്, നമ്മളിങ്ങനെ ഇതിനെ മോണിറ്റർ ചെയ്യും. ഇവാലുവേഷൻ സ്റ്റേജുണ്ട്. ബാലൻസ്ഡ് സ്കോർ കാർഡൊക്കെ അതിൻ്റെ ഒരു മോഡലുകളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ബാലൻസ്ഡ് സ്കോർ കാർഡ് പോലുള്ള വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു രീതി. സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ആ രീതി എന്ന് പറയുന്നതാണ്. ആദ്യം ഗ്യാപ്പ് അസസ്മെൻറ്റ് നടത്തുന്നു. ദെൻ അതിൽ നിന്ന് ഗ്യാപ്പ് കണ്ടെത്തുന്നു. ഗ്യാപ്പ് കണ്ടെത്തിയ ശേഷം സ്ട്രാറ്റജിക് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നു. ആ സ്ട്രാറ്റജിക് പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേഷന് വിധേയമാക്കുന്നു. ദെൻ എന്നിട്ട് ആണ് നമ്മൾ അതിൻ്റെ ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നത്.
ഞാൻ പറഞ്ഞതാണ് സ്ട്രാറ്റജി ഫോർമുലേഷനും സ്ട്രാറ്റജിക്ക് ഇംപ്ലിമെൻറ്റേഷനും. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലെവലും ബിസിനസ് ലെവലും ആണെങ്കിൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് ഫങ്ഷണൽ ലെവലിലാണ് വരിക. എന്തൊക്കെയാണ് ബാരിയേഴ്സ് ടു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സ്ട്രാറ്റജിക്ക് ചില ബാരിയേഴ്സ് ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ ബാരിയേഴ്സ് ആണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളത്? ഒന്നാമത്തെ ബാരിയറാണ് വിഷൻ ബാരിയർ എന്ന് പറയുന്നത്. വിഷൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ഓൺലി 5% ഓഫ് ദി വർക്ക് ഫോഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ വിഷൻ. ശരിക്കും 5% ആളുകൾ മാത്രമാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ വിഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ. നമ്മൾ നോക്കുക, നമ്മൾ ഓർഗനൈസേഷനിൽ എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും അവരുടെ വിഷനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള എത്ര ആളുകൾ, എത്ര എംപ്ലോയീസ് അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 5% മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് ഇതിൻ്റെ ഒരു ബാരിയറാണ്, വിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ബാരിയർ. രണ്ടാമത്തെ ബാരിയറാണ് പീപ്പിൾ ബാരിയർ. പീപ്പിൾ ബാരിയർ എന്ന് പറഞ്ഞാൽ ഓൺലി 25% ഓഫ് ദി മാനേജർ ഹാവ് ഇൻസെൻറ്റീവ്സ് ലിങ്ക്ഡ് ടു സ്ട്രാറ്റജി. 25% ഓഫ് മാനേജേഴ്സിന് മാത്രമേ ഇൻസെൻറ്റീവ്സ് ഉള്ളൂ, സ്ട്രാറ്റജി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇൻസെൻറ്റീവ്സ് ലഭ്യമാണ്. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചേഞ്ചസിന് ആക്സെപ്റ്റ് ചെയ്യുന്നതിനൊക്കെ തടസ്സം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ ചേഞ്ചസിന് തടസ്സം നിൽക്കുന്നതിന് കാരണമാണെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല, പുതിയ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരുമ്പോൾ അത് മാനേജേഴ്സിനെയും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരിക്കണം. പക്ഷേ അത് നടപ്പിലാക്കുന്നത് 25% മാനേജേഴ്സിന് മാത്രമേ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നൊരവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് ഇതിൻ്റെ മറ്റൊരു ബാരിയറാണ്. അപ്പോൾ ആളുകൾ പീപ്പിളിന് കിട്ടാനുള്ള പ്രശ്നം ഉണ്ടാവും. ദെൻ മാനേജ്മെൻറ്റ് ബാരിയർ മറ്റൊന്നാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ബാരിയർ. 85% ഓഫ് ദി എക്സിക്യൂട്ടീവ് ടീംസ് സ്പെൻഡ്സ് ലെസ് ദാൻ 1 hour per month. നമ്മുടെ ഓർഗനൈസേഷൻ്റെ 85% മാനേജ്മെൻറ്റിന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ മാനേജ്മെൻ്റ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ 85% 1 hour മാത്രം, അറ്റ്ലീസ്റ്റ് 1 hourനേക്കാളും ചുവടെ മാത്രമാണ് ഈ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവർ വിനിയോഗിക്കുന്ന സമയം. ആ 1 hour തന്നെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്താലായി. അപ്പോൾ അത്രയും കുറഞ്ഞ സമയം മാത്രം ഉപയോഗപ്പെടുത്തുന്ന മാനേജ്മെൻറ്റുകളാണ്, എക്സിക്യൂട്ടീവ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് മറ്റൊരു ബാരിയറാണ്. ഏറ്റവും അവസാനത്തെ പറയുകയാണ് റിസോഴ്സ് ബാരിയർ. നമുക്ക് 60% ഓഫ് ദി ഓർഗനൈസേഷൻ ഡോണ്ട് ലിങ്ക് ബജറ്റ് ടു സ്ട്രാറ്റജി. നമ്മുടെ ബജറ്റും സ്ട്രാറ്റജി ആയിട്ട് ലിങ്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന ഭാഗം നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ. ആ അലോക്കേഷൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബജറ്റ് ഉണ്ടാക്കിയിരിക്കണം, സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള ബജറ്റ് ആയിരിക്കണം. ബജറ്റ് വേറെ, സ്ട്രാറ്റജി വേറെ, ഇത് രണ്ടും ലിങ്ക് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഒരു ബാരിയർ, റിസോഴ്സ് ബാരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സസ് ബാരിയർ ഉണ്ട്, വിഷൻ ബാരിയർ ഉണ്ട്, പീപ്പിൾ ബാരിയർ ഉണ്ട്, മാനേജ്മെൻറ്റ് ബാരിയർ ഉണ്ട്. ഈ ബാരിയേഴ്സിലൊക്കെ മറികടന്നിട്ട് വേണം സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്നും സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ വിവിധ മോഡൽസും ബാരിയേഴ്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രാറ്റജി എന്താണ്, ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ സ്റ്റേജസ് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്, പ്രൊസീജിയറൽ, പ്രൊജക്റ്റ്, പ്രൊസീജിയർ, റിസോഴ്സ് അലോക്കേഷൻ, അങ്ങനെ തുടങ്ങി സ്ട്രക്ചറൽ ഇംപ്ലിമെൻറ്റേഷൻ, ബിഹേവിയർ ഇംപ്ലിമെൻറ്റേഷൻ, ലീഡർഷിപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, ഫങ്ഷണൽ, ഓപ്പറേഷണൽ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഇംപ്ലിമെൻറ്റേഷനും നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആ സ്റ്റേജസ് ഒക്കെ കടന്നു പോകുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സുകൾ.